ഗുഡ് ഈവനിങ്. ഹായ്, വെരി ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. അങ്ങനെ ഞങ്ങളുള്ളത് ഒരു കർക്കിടകത്തിൻ്റെ അല്ല, അപ്പോൾ തന്നെ ഒരു തണുത്ത വെളുപ്പാങ്കാലമല്ല, ഒരു തണുത്ത ത്രിസന്ധ്യാ സമയത്തെന്ന് പറയാം. ഞങ്ങൾ കക്കാടംപൊയിൽ മലമുകളിൽ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ്. മഴക്കാലത്ത് വന്നിട്ടൊരു വൈബ്. ഞങ്ങൾ സാധാരണ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ മഴക്കാലത്ത് ഒഴിവുണ്ടെന്ന് കരുതി പല സ്ഥലങ്ങളും നോക്കി, പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ഇതാണ്. അതുകൊണ്ട് ഭാഗ്യമായി. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്ഥലം പറഞ്ഞില്ല, ഫോഗി മൗണ്ടൻ. നമ്മുടെ തങ്കച്ചായൻ്റെ, നമ്മുടെ അടുത്ത സുഹൃത്ത് തങ്കച്ചായൻ്റെയും മാർട്ടിൻ്റെയും സ്വന്തം പ്രോപ്പർട്ടി. ഇതെനിക്ക് തോന്നുന്ന ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ ആദ്യം വരുന്നത് ഒരു 10 വർഷം മുമ്പാണ്. അന്ന് ഈ നമ്മുടെ ഈ കാണുന്ന ആ ബിൽഡിങ്ങിൽ, ആ റൂമിലെ ആ ബിൽഡിങ് അവിടെ അന്ന് തങ്കച്ചാൻ, എനിക്കിപ്പോൾ ഓർമ്മ, തങ്കച്ചാന് ഒരു 10-15 വർഷം മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് ഡോക്ടറെ അവിടെ മലമുകളിലേക്ക് സ്ഥലമുണ്ട്, അവിടെ മലമുകളിൽ ഒരു കുളം കുത്തി ഒത്തിരി വെള്ളം കിട്ടി. സന്തോഷം പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം നിർബന്ധിച്ചാണ് ഞങ്ങൾ ആദ്യം വരുന്നത്. അന്ന് അവിടെ ആ ഒരു പുറകെ കാണുന്ന ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം തങ്കച്ചാൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നത് അത്. ഏതാണെങ്കിലും അദ്ദേഹം ഒരു 8-10 വർഷത്തിന് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് മനോഹരമായൊരു പ്രോപ്പർട്ടി ആയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു പക്ഷേ കോഴിക്കോട് ജില്ലയുടെ, കക്കാടംപൊയിലിൻ്റെ, കോഴിക്കോട് ജില്ലയുടെ, ഈവൻ കേരളത്തിൻ്റെ പോലും ഭാവി മാറ്റിക്കുറിക്കാൻ പ്രാപ്തമായ ഒരു അസാധ്യ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ഷിനോയ് സാറിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാൻ വന്നതാണ്. ഇവിടെ നോക്കിയാൽ അറിയാം പുറകിലെ കുറേ ടെൻറ്റുകൾ. ഇന്ന് ഞങ്ങൾ കഴിഞ്ഞു കൂടുന്ന ഈ ടെൻറ്റുകളിലാണ്. ടെൻറ്റുകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ഷിനോയ് സാർ പറയും. തോട്ടപ്പള്ളിയിലാണ് ഞങ്ങൾ ഈ അടുത്ത് ഒരു ടെൻറ്റ് സ്റ്റേ നടത്തിയത്. അതിനു മുന്നേ ഒത്തിരി നടത്തിയിട്ടുണ്ട്. സ്കൗട്ടിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും 100-200 കുട്ടികളുള്ളപ്പോൾ അവരെ ഉള്ളിൽ ക്ലാസ് റൂമുകളിൽ പാർപ്പിച്ചിട്ട് ഞങ്ങൾ കാവൽ പോലെ ടെൻ്റ് അടിച്ച് പുറത്ത് കിടക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിങ്ങനെ ടെൻറ്റ് അന്വേഷിച്ചത്. അപ്പോൾ ഈ ഒരു ടെൻറ്റ്, ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 10-21 ടെൻറ്റുകൾ ഇവിടെയുണ്ട്. അത് മാത്രമല്ല, എനിക്കൊന്ന് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അഡ്വഞ്ചർ പാർക്കാണിത്. അതായത് ശനി ഞായർ ദിവസങ്ങളിലൂടെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെയാണ്, അത്രയും ആളുകൾ വന്നു പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ 6 മണിക്ക് ശേഷം, 7 മണിക്ക് ശേഷം ഈ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ നിലവിൽ ഉള്ളത് ഞങ്ങളും ഞങ്ങളുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും മാത്രമാണ്. അപ്പോൾ ഇതാണ് ഈ ടെൻറ്റുകൾ കാണുന്നത്. ഇതാണ് കുറച്ചുകൂടി ഒരു നല്ലൊരു സൗകര്യത്തിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് അതാണ് സാധാ ടെന്റ് അല്ല. ഉള്ളിൽ നമുക്ക് ലൈറ്റ് ഉണ്ട്, ഫാൻ ഉണ്ട്, ബേസിക് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അതേപോലെ പ്ലാറ്റ്ഫോം കുറച്ച് ഉയർന്നിട്ടാണ്. സേഫ്റ്റി നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നല്ലൊരു യൂണിഫോമിറ്റി ഉണ്ട്. കളറാണെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അത് മാത്രമല്ല, വന്നപ്പോൾ ഞങ്ങൾ പറയാം ഒരു 360 വ്യൂ ഇവിടെ ഉണ്ട്. കക്കാടംപൊയിലിന്റെ ഒരു ഉയർന്ന ഒരു പ്രദേശം, ഏറ്റവും പീക്കായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് മലകളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അത് രാവിലെ നമുക്ക് കവർ ചെയ്യാം. അതെ. ഫോഗി മൗണ്ടൻ്റെ രാക്കാഴ്ചകൾ കൂടുതൽ കാണുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ ഉടമയായ MS തങ്കച്ചാൻ എന്ന നമ്മുടെ സ്വന്തം തങ്കച്ചാനുണ്ട്. ഇത് ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ എടുത്തൊരു വീഡിയോ ആണ്. കാരണം രാത്രി വന്നപ്പോൾ ഇവിടുത്തെ പകൽക്കാഴ്ച കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പകൽക്കാഴ്ചകളും കൂടെ പകൽപൂരം കൂടെ കണ്ടതിന് ശേഷം നമുക്ക് രാത്രി കാഴ്ചകൾ തുടരാം. ഇപ്പം തങ്കച്ചാനും കൂടെയുണ്ട്. തങ്കച്ചാന് നമ്മൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള തങ്കച്ചാൻ്റെ സ്വപ്നങ്ങൾ, ഇതെങ്ങനെ വന്നു, ഈ പ്രോപ്പർട്ടി എന്താണ് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് തങ്കച്ചാൻ്റെ ഭാവി സ്വപ്നങ്ങൾ എന്നുള്ളത് നമ്മൾ പങ്കുവെക്കും. തങ്കച്ചാൻ നമ്മുടെ അടുത്ത സുഹൃത്താണ്. വളരെ വർഷങ്ങളായിട്ടുള്ള ആത്മബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോൾ തങ്കച്ചാനിലേക്ക് എത്താം. നമസ്കാരം. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് കക്കാടംപൊയിൽ ഒരു 8 വർഷം മുമ്പാണ് ഒരു ചെറിയൊരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ സ്ഥലം ഫസ്റ്റിൽ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാനത് വാങ്ങിച്ചു.
അതിനുശേഷം പിന്നെ അല്ല അന്ന് ആദ്യം പണിതാണ് ആ ബിൽഡിംഗ്. അതെ, അതിന് വേണ്ടി ആദ്യം പിന്നെ വെറുതെ താമസിക്കാൻ വേണ്ടിയിട്ട് റിസോർട്ടിനൊന്നല്ല, വെറുതെ താമസിക്കാൻ വേണ്ടിയിട്ടൊരു പിന്നെ ഷെഡ് ഉണ്ടാക്കിയാണ് അത്. അതിനുശേഷം ഞാനത് 3 വർഷം മുമ്പ് പഞ്ചായത്തിൽ കൊടുത്ത് ഒരു വലിയ പ്രോജക്റ്റ്, ഒരു പിന്നെ 5 സ്റ്റാർ ലെവലിലുള്ള ഒരു 20 വില്ലകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ പാസ്സാക്കി. അങ്ങനെ പാസ്സാക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവിചാരിതമായിട്ട് പിന്നെ പാർക്കിലേക്ക് പോയത്. അങ്ങനെ പാർക്കിൽ പോയി ആ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആശയം വന്നു. അപ്പോൾ അങ്ങനെ ഒരു ആശയത്തിൽ ഉടലെടുത്തതാണ് ഈ കൂടാരം എന്ന് പറഞ്ഞത്. കൂടാരം ഉണ്ടാക്കിയത് ഇത് 2 പേർക്ക് സുഖമായിട്ട് താമസിക്കാം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും ആ കൂടെ താമസിക്കാൻ പറ്റും. ശരിക്കും ഇതൊരു ടെൻ്റാണോ എന്ന് വെച്ചാൽ ടെൻ്റല്ല, എന്നാൽ വീടാണോ എന്ന് വെച്ചാൽ വീടുമല്ല. അത് രണ്ടിൻ്റെയും കൂടി ഇടയിലുള്ള ഒരു സംഭവമാണ്. ഇവിടെ മൂന്നാർ ഭാഗത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇതുപോലത്തുള്ള ടെൻറ്റുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് കക്കാടംപൊയിലത്തെ ആദ്യത്തെ ഒരു സംഭവമാണിത്. വളരെ നല്ല പിന്നെ അഭിപ്രായമാണ് അതിനെപ്പറ്റി ഉണ്ടാകുന്നത്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, ഏറെക്കുറെ എല്ലാ ദിവസവും തന്നെ ഫുള്ളായുന്നുമുണ്ട്. ഒത്തിരി നല്ല കാര്യമാണ്. ഇപ്പം കക്കാടംപൊയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ഈ മലകളും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും കക്കാടംപൊയിലിൻ്റെ ടൂറിസം വികസിപ്പിക്കുന്നതിൽ ഒരു പങ്ക് നമുക്ക് എല്ലാവർക്കും വേണമല്ലോ. ആ കൂടെ ഞാനും പങ്കാളിയാകുന്നു. യെസ്, അതാണ് ശരി. കക്കാടംപൊയിൽ ശരിക്കും പറഞ്ഞാൽ 10 വർഷം കൊണ്ട് കക്കാടംപൊയിൽ വളർന്നത് അല്ലേ. ഒരു മലയോര മേഖല മാത്രമല്ല കക്കാടംപൊയിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ഭൂപടത്തിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ PB അൻവർ ആണ് കക്കാടംപൊയിലിനെ ടൂറിസം അതിലേക്ക് കൊണ്ടുവന്ന്. അതിനുശേഷം പിന്നെ പലരും വന്ന് ഇപ്പം 1300 പിന്നെയോളം പിന്നെ ടൂറിസ്റ്റ് ഇതുണ്ട്, ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു പിന്നെ കൂടാരം ഒരു നല്ലൊരു സാറേ എനിക്ക് തോന്നുന്നത് തങ്കച്ചായ ഒരു പക്ഷേ ഒരു സാധാരണക്കാരനും അഫോർഡ് ചെയ്യാവുന്ന റേറ്റിലാണ് തങ്കച്ചാൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം ടൂറിസം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് വലിയ പണക്കാരുടെ മാത്രം ഒരു കുത്തകയായിരുന്നു. ഇന്നതല്ല, എന്താ പറയുക, ഏറ്റവും സാധാരണക്കാരന് പോലും 6 ദിവസം കൂലിപ്പിനെടുത്ത വ്യക്തിക്ക് 7ാമത്തെ ദിവസം ഒന്ന് കുടുംബത്തോടെ അന്ന് എൻജോയ് ചെയ്യണമെന്ന് കരുതിയാൽ അതിനുള്ള അവസരം തങ്കച്ചാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഇത് ഇപ്പം ഞങ്ങൾ ഇത് പാക്കേജായിട്ടാണ് കൊടുക്കുന്നത്. ആ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ ചീപ്പായിട്ട്. പിന്നെ നമ്മൾ വൈകുന്നേരം വന്നാൽ നമ്മൾ വന്ന ഉടനെ ഒരു 3 മണിക്ക് വന്നിട്ട് ചായയും സ്നാക്കും കൊടുക്കും. അതിനുശേഷം അവിടെ ഒരു മെനു ഉണ്ട് ഹോട്ടലിൽ. ആ മെനുവിൽ ആവശ്യപ്പെടുന്ന ഫുഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ക്യാമ്പ് ഫയറിങ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ സ്വർഗ്ഗക്കുന്നിലേക്കൊരു ട്രക്കിംഗ് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തിട്ടാണ് നമ്മൾ. അതിന് വെറും 2000 രൂപയെ നമ്മൾ ചാർജ് ആകുന്നുള്ളൂ. ഏതാൾക്കും വേണമെങ്കിൽ ഇഷ്ടപ്പെടാൻ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഭക്ഷണമോ അല്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഓരോ ഒന്നിനും നമ്മൾ 500 രൂപ വെച്ചിട്ട് കുറച്ച് കൊടുക്കും. ഇപ്പം ആർക്ക് വേണമെങ്കിൽ ഫുഡ് വേണമെങ്കിലും 500 രൂപ കുറച്ച് കൊടുക്കും. ആർക്ക് വേണമെങ്കിലും എത്ര ആൾക്കാർക്കും വന്നിട്ട് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്ത് വന്ന് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പിന്നെ ഇതാണ് ഞാൻ ഒരു പാക്കേജാണ് ഇട്ടേക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ആസ്വദിക്കുക. എല്ലാവരും വരിക. എല്ലാവർക്കും കക്കാടംപൊയിലേക്ക് സ്വാഗതം. അതെ, എല്ലാവർക്കും ഫോഗി മൗണ്ടനിലേക്കും കൂടാരത്തിലേക്കും സ്വാഗതം. അതെ, കൂടാരത്തിലേക്കും ഫോഗി മൗണ്ടൻ പാർക്കിലേക്കും കൂടാരത്തിലേക്കും എല്ലാവർക്കും സ്വാഗതം. അതെ, ഇനി അവിടെ ഒരു ഡോം ഹൗസ് ഉണ്ട്. അവിടെ കാണുന്നുണ്ട്. ഡോം ഹൗസ് വെച്ചിട്ടുണ്ട്. ഇപ്പം പുതിയതായിട്ട് നമ്മൾ ഒരു ബോട്ട്, പെഡൽ ബോട്ട്, 2 പെഡൽ ബോട്ട് 8 പേർക്ക് യാത്ര ചെയ്യാനുള്ള പെഡൽ ബോട്ട് നമ്മൾ ഈ കക്കാടംപൊയിലെ മലയിൽ ഇട്ടിട്ടുണ്ട്. അത് ചിന്തിക്കാവുന്നതാണ്. ഈ മലമുകളിൽ ബോട്ടിംഗ് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും നമ്മൾ കാണുന്നത് താഴ്വാരത്തുള്ള തടാകമാണല്ലോ. അത് മനോഹരമായി, നല്ല ആശയം. എനിവേ ഇവിടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ ഇവിടുത്തെ ഈ കാറ്റ് എന്താ പറയുക, അതിമനോഹരമാണ് കേട്ടോ. നല്ല ഈ കാറ്റ് ഈ ഇത്രയും ഇപ്പം നമ്മൾ നട്ടിച്ചൊക്കെ നിൽക്കുന്നത് നല്ല വെയിലുണ്ട്, എന്നാലും കാറ്റ് മൂലം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കൂടാരത്തിൻ്റെ ഉൾവശം കാണണ്ടേ? അപ്പോൾ ഉൾവശത്ത് എന്തൊക്കെയാണ് സൗകര്യങ്ങളുള്ളത് അറിയണമല്ലോ. തികച്ചും വിശാലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, യെസ്, അതിമനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കുടുംബത്തിന് അല്ലേ രാജാ, ഒരു കുടുംബത്തിന് സ്വസ്ഥമായി കഴിഞ്ഞുകൂടാനുള്ള എല്ലാം. ഉള്ളിൽ ഫാനുണ്ട് അല്ലേ? ഫാനുണ്ട്. യെസ്, ചാർജർ പോയിന്റ് ബേസിക്. അതാ അവിടെ നോക്കിയത് അല്ലേ? യെസ്. ഫാനുണ്ട്. ഇതാ ഇവിടെ ഒരു ചാർജർ പോയിന്റും ഉണ്ട്. ചെറിയ വേണമെങ്കിൽ ഒരു ടേബിൾ പോലെ വേണമെങ്കിൽ എഴുതുമോ, ഒരു എഴുതാനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഒരു ലാപ്പ് വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉള്ളിൽ നല്ല വൃത്തിയോടെ ഫിനിഷ് ചെയ്തിരിക്കും. സാധാരണ നമ്മൾ ടെൻ്റ് എന്ന വാക്ക് തെറ്റാന്ന് തോന്നുന്നു. ടെന്റിനേക്കാൾ നല്ല സൗകര്യങ്ങളോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാരം എന്ന വാക്ക് തന്നെ അല്ലേ? ഇത് നമ്മൾ ഇവിടെ ചെയ്യിച്ചതാണോ തങ്കച്ചായ? അതോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. തങ്കച്ചായ സ്വന്തം ഐഡിയ? ഗ്രേറ്റ്. 10 പേര് ഇതിനകത്ത് മെനക്കെട്ട് കണ്ടായത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 10
വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? കണ്ണൂരിൽ നിന്നുള്ള ആശാരിമാർ വന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തത്. അല്ലാതെ ഈ ഒരു ഇങ്ങനെയുള്ള സംഭവം പുറത്തുനിന്ന് നമ്മൾ എടുത്തതല്ല. ഒന്നല്ല, ഇത് ഇടുക്കിന്ന് ആൾക്കാർ വന്ന് ഫ്രെയിം ഉണ്ടാക്കി. ഇത് 25,000 രൂപയുടെ ഫ്രെയിം തന്നെ ഉണ്ട്, ഇരുമ്പിൻ്റെ. അതിനുശേഷം ഈ ഷീറ്റ് 7 ഷീറ്റുണ്ട്. ആ ഒരു ഷീറ്റിന് 3,000 രൂപ വെച്ചിട്ട് 21,000 രൂപയുടെ ഷീറ്റ് തന്നെ ഉണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ ഇത് വെച്ചിട്ടുണ്ട്, ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ഇത് ഒത്തിരി പേര് ചെയ്ത ഒരു വർക്കാണിത്. ഓക്കെ. അപ്പോൾ അങ്ങയുടെ മാത്രം ഐഡിയയാണ്, അല്ലാതെ മറ്റൊരാൾ ഇല്ല അല്ല? ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കൊള്ളാം, സംഭവം നല്ല വൃത്തിയുണ്ട്. അത് പറയാതെ വയ്യ. പിന്നെ അതെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് ഒരു ചായ കുടിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അല്ലേ? ഉണ്ടല്ലേ? അല്ല വേണമെന്നില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ ഇരുന്ന് കുറച്ച് എന്താ പറയുക ഭക്ഷണം കഴിക്കാം. ഭക്ഷണം അവിടെ നിർത്തിക്കാം. അതെ 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 അതെ. ഇതാണെങ്കിലും എന്താ പറയുക, പ്രകൃതിയിൽ അലിഞ്ഞിരിക്കാൻ, പ്രകൃതിയിൽ സ്വസ്ഥമായിരിക്കാൻ, ആൾക്കാരുടെ ശല്യമില്ലാതെ ഒരാഴ്ചത്തെ മുഴുവൻ കഷ്ടപ്പാടും കഴിഞ്ഞ് ഒരു ഞായറാഴ്ച ദിവസം ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒരാഴ്ചത്തെ മുഴുവൻ ടെൻഷനും ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എന്ന് പറയാം. 10 ടോയ്ലറ്റും അങ്ങനെ സംഭവം ഉണ്ടല്ലേ? ഡ്രസ്സിംഗ് റൂം ഉണ്ട്. ഓക്കെ ഓക്കെ. താഴെയാണ് നമ്മുടെ ടോയ്ലറ്റ് കോംപ്ലക്സ്. ഇവിടെയാണ്. എല്ലാം 10 മീറ്റർ ഉള്ളൂ. ഓരോ ടെൻറ്റിൽ നിന്നും 10 മീറ്റർ എത്തിയാൽ ഇവിടെ എത്തി. അങ്ങനെയാണല്ലേ? അവിടെ പിന്നെ സ്റ്റെപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ എത്തി. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി. ഓക്കെ. ടോയ്ലറ്റ് കോംപ്ലക്സ് എല്ലാം ഇത്രയും തൊട്ടടുത്ത് എല്ലാം അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. ഓക്കെ ഓക്കെ. താഴെ എന്താ അവിടെ കൂടെ എക്സ്റ്റൻഷൻ വരാൻ പോകുന്നതാണ്. അവിടെ നമ്മളൊരു പിന്നെ ഓഡിറ്റോറിയം, അതിന് മുകളിൽ പൂളും വരും. അത് ആവശ്യമാണ് ശരിക്കും. അതൊരു ഓഡിറ്റോറിയം ആവശ്യമാണ്. പൂളും കൂടെ ആയാൽ 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ. അതാണല്ലേ? അപ്പോൾ അത് പൂർത്തിയാവും, ശരിക്കും പെർഫെക്റ്റ് ആവും. വലിയ വലിയ കോർപ്പറേറ്റുകളിലെ ഗ്യാതറിംഗ് പോലും അവർക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഇതിനൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം പിള്ളേരൊക്കെ തണുത്തു തുടങ്ങി. അയ്യോ, നല്ല തണുത്തല്ലേ? നല്ല തണുപ്പല്ലേ? ദൈവം കൊണ്ട് മഴയുന്നില്ല സാറേ. മഴയുണ്ടെങ്കിൽ പാളി എല്ലാം ഡൗൺ ആയനെ. നല്ല ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ് അല്ലേ? അവിടെ വിറകുമായി നമുക്ക് വേണ്ടി വരുന്നുണ്ട് നമ്മുടെ ശ്രീകൃഷ്ണൻ, സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ വരുന്നുണ്ട്. തണുപ്പ് മാറ്റാൻ. അല്ല, താഴെ പുക താഴെയാണ്, പക്ഷെ രാത്രി ഇതുണ്ട്. നമ്മൾ കക്കാടംപൊയിൽ ഫോഗ് മൗണ്ടിൻ്റെ കാഴ്ചകളിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, എത്ര മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നിറയെ തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ സന്ധ്യയ്ക്ക് എത്തിയതാണ്. അതിനുശേഷം ആൾക്കാരൊക്കെ തിരക്ക് കുറഞ്ഞ സമയത്ത് ഒന്ന് സ്വസ്ഥമായി എന്താ പറയുക, നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ഫീൽ കിട്ടുന്നതിന് വേണ്ടി ഇവിടെ വന്നതാണ് ഇവിടെ. അല്ല സോളു എന്ത് തോന്നുന്നു? സോളു, ഇത് വൈബ് വേറെ തന്നെ. അത് സത്യം, നമ്മൾ മോളിൽ നിന്ന
ക്ലൈമറ്റും ഇതും നല്ല വ്യത്യാസമുണ്ട്. അതാണ് അല്ലേ നമ്മുടെ കുഴാരം, അത് വേറെ ഫീല്. ഏതൊരു ക്ലൈമറ്റ് ആണ്, പക്ഷെ ഇവിടെ എന്നാൽ നൈസ് തണുപ്പ്, നല്ലൊരു മൂഡ്, ഉഷാറായിട്ടുണ്ട്. ഇത് എന്തോരം ആൾക്കാരാണ് ഇപ്പൊ സമയം 8-9 സ്റ്റിൽ ആൾക്കാർ വന്നോണ്ടിരിക്കുകയാണ്. നല്ല വൈബ്, നല്ല സുഖം, അസാധ്യം അല്ലേ, ഭയങ്കര അല്ലേ, നല്ല ക്ലൈമറ്റ്, ഉഷാർ. ഫാമിലി ആയിട്ട് ശരിക്കും കുടുംബത്തോടൊപ്പം വന്ന് എൻജോയ് പറ്റുന്ന ഒരു നല്ല സ്ഥലം. അത് പിന്നെ ഒരു കാര്യമുണ്ട്, മഴക്കാലം വിചാരിച്ച് വീട്ടിൽ നിന്ന് കാര്യം നോക്കി മൺസൂൺ നമ്മൾ നൊസ്റ്റാൾജിയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു കണ്ടറിയോ, മഴക്കാലത്ത് പുറത്താക്കാൻ പാൽ ചിന്തയുണ്ട്, അതല്ല ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം. ടീച്ചറെ ഞെട്ടിച്ചല്ലോ, അടിപൊളി, ഇതിൽ കൂടെ ചെയ്യാനുള്ളല്ലേ. തണുത്ത കാറ്റേ, നല്ല തണുത്തല്ലേ, എന്ത് കാറ്റല്ലേ. അല്ല കൃഷ്ണ, സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാണ്. കൃഷ്ണ റെഡിയാണ്, റെഡിയല്ലേ? ആ ക്യാമ്പ് ഫയർ. ഇവിടുന്ന് തുടങ്ങേണ്ടത്. അയ്യാ അഗ്നി വന്നു, അയ്യാ നമ്മുടെ ശ്രീകൃഷ്ണൻ തീ കത്തിച്ചു. തുടങ്ങുകയാണ് നമ്മൾ.
ഓളൂ പാട്ടെ രജി സാറെ പാടിയില്ല ആ പഴയ പാട്ട് രജി സാറേ. നല്ല കാറ്റുണ്ട്. ഇപ്പോൾ സമയം രാത്രി 11:30 ഈ ഫുൾ ടീമുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. നല്ലൊരു എന്താ പറയുക നല്ലൊരു ഈവനിങ്. എന്ത് പറയുന്നു? അടിപൊളി അടിപൊളി നല്ല ക്ലൈമറ്റ് അടിച്ചാൻ പൊളിച്ച്. അതെ, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല. ദിസ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് നൈറ്റ് ഐ ഹാവ് എവർ ഹാഡ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ് ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. ആയ് അടിപൊളി. നമ്മള് ഊട്ടിയിലേക്കൊന്നും പോകേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ഊട്ടിയിൽ അതേ ക്ലൈമറ്റ്, അതിന് സൂപ്പർ ക്ലൈമറ്റ്. നമ്മുടെ ഒരു വെളിപ്പാട് അകലെ. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ്, നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മുടെയൊക്കെ കടമ്പിലുണ്ട്. ഒരിക്കലും മിസ് ചെയ്ത്. എവിടെയാണ് ഫോഗി മൗണ്ടൻ.